ശരി, ഷൗക്കത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. പക്ഷേ ഇപ്പോഴും LDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ ആര് എന്ന കാര്യത്തിൽ യാതൊരു തീരുമാനവുമായിട്ടില്ല. അൻവർ മത്സരിക്കാനുള്ള സാധ്യത കൂടി പരിഗണിച്ചായിരിക്കും CPM സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഷൗക്കത്തിനൊപ്പം അൻവറിന്റെ ശക്തി ദൗർബല്യങ്ങൾ കൂടി പാർട്ടി പരിഗണിക്കുന്നുണ്ട്. സ്വതന്ത്ര പരീക്ഷണത്തിലേക്ക് നീങ്ങാൻ ആലോചിക്കുമ്പോഴും പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണമെന്ന ആവശ്യവും പാർട്ടിയിൽ ശക്തമാണ്. പല പേരുകളും ഈ അവസാന ഘട്ടത്തിലും സ്ഥിരീകരിക്കാതെ പല പേരുകളും ചർച്ചയാവുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി പരിഗണിക്കുന്നത് നാട്ടുകാരൻ കൂടിയായ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിന്റെ പേരാണ്. ഒപ്പം ഒരു വനിതാ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ എന്നൊക്കെയുള്ള നിലയ്ക്ക് അഡ്വക്കേറ്റ് ഷെറോണ റോയ്ക്ക് സാധ്യത ഒരു വശത്ത് തെളിയുന്നുണ്ട്. അവർ ജില്ലാ പഞ്ചായത്തിലെ അംഗമാണ്. മുൻ രാജ്യാന്തര ഫുട്ബോൾ താരവും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ U ഷറഫ് അലി സ്വതന്ത്രനെ പരിഗണിക്കുകയാണെങ്കിൽ U ഷറഫ് അലിക്ക് സാധ്യതയുണ്ട്. 2006 LDF സ്വതന്ത്രനായി മത്സരിച്ച തോമസ് മാത്യു, അദ്ദേഹത്തിന്റെ പേരും പരിഗണനയിലുണ്ട്. വളരെ മികച്ചൊരു പ്രകടനം അന്ന് അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ പേരുകളൊക്കെ ചർച്ചയിലുണ്ടെങ്കിലും തീരുമാനം പക്ഷേ എടുക്കുന്നത് ഒരു പക്ഷേ അൻവർ എന്ത് തീരുമാനിക്കുന്നു എന്നതുകൂടി പരിഗണിച്ചായിരിക്കും. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഇക്കാര്യത്തിൽ ഈ വൈകുന്നതിന്റെ കാരണം മറുവശത്ത് എന്തൊക്കെ സംഭവിക്കുന്നു അതിനനുസരിച്ച് ഒരാളെ പ്രഖ്യാപിക്കാം എന്ന നിലയ്ക്കാണോ? ഈ പേരുകൾ പലതും ചർച്ചയിലുണ്ട് എന്ന് പറയുമ്പോൾ പോലും കൃത്യമായി ഇപ്പം 3 ദിവസമായി UDFന്റെ സ്ഥാനാർത്ഥി വന്നിട്ട്, അപ്പോൾ ഓരോ ദിവസവും അവർക്ക് അതിനനുസരിച്ച് ആനുകൂല്യം കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ. ആ ആനുകൂല്യത്തിനപ്പുറമുള്ള ഒരു തീരുമാനം LDFന്റെ ഭാഗത്തുനിന്നുണ്ടാവുമോ? നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് LDF. PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്ന സാഹചര്യം ആദ്യം വ്യക്തമാകേണ്ടതുണ്ട്. അങ്ങനെ PV അൻവർ മത്സരിക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിൽ ഗുണം ആക്കി തീർക്കാം എന്ന കാര്യത്തിലാണ് LDFന്റെ ആലോചന. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം കൂടി സമയമെടുത്തത് പൂർത്തിയാക്കാം എന്ന് LDF നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പേരുകൾ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പേരുകൾ തന്നെയാണ് ഇപ്പോഴും സജീവ പരിഗണനയിലുള്ളത്. അഡ്വക്കേറ്റ് M സ്വരാജും അഡ്വക്കേറ്റ് ഷെറോണ റോയും, ഈ 2 പേരുകൾ തന്നെയാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധ്യതയുള്ള, ഇടതുപക്ഷത്തിൻ്റെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള 2 നേതാക്കൾ. അതിനു പുറമെ ഈ ഒരു സ്വതന്ത്ര സാധ്യതകൾ അത് ഏകദേശം സാധ്യമല്ല എങ്കിൽ പോലും പൂർണ്ണമായും തള്ളിക്കളയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ഒരു സ്വതന്ത്രരെ പരീക്ഷിക്കുകയാണെങ്കിൽ തോമസ് മാത്യുവിൻ്റെ പേര്, പക്ഷേ അദ്ദേഹം കുറേ കാലമായി രാഷ്ട്രീയത്തിലോ സജീവമായിട്ട് പൊതുപ്രവർത്തന രംഗത്തോ 2006 ശേഷം ഇടതുപക്ഷത്തിൻ്റെ വേദികളിലോ അത്ര സജീവമല്ല. എന്നിരുന്നാൽ പോലും മാറിയ സാഹചര്യത്തിൽ മലയോര മേഖലയിലെ ഒരു പ്രതിനിധി എന്ന നിലയിലും ആ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന വ്യക്തി എന്ന നിലയിലും സ്വതന്ത്ര ചിഹ്നത്തിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ സ്വതന്ത്ര ചിഹ്നത്തേക്കാൾ കൂടുതൽ ഈ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷം പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും. അതിന് ഈ 2 പേരുകളിലേക്ക് തന്നെ ചർച്ചകൾ എത്തും എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതും എങ്ങനെ മാറുന്നു എന്നത് മനസ്സിലാക്കി വേണം ഈ തീരുമാനത്തിലേക്ക് എത്തുവാൻ എന്നുള്ളതാണ്. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ UDFന് ഒരു ചെറിയ മേൽക്കൈ പ്രചരണ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മറികടക്കുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന കണക്കുകൂടി തന്നെയാണ് LDFനുള്ളത്. M സ്വരാജും വിജയരാജും അടക്കം മുതിർന്ന നേതാക്കളൊക്കെ നിലമ്പൂരിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത്. അല്പസമയത്തിനകം സ്വരാജ് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുന്നുണ്ട്. എന്താണെങ്കിലും നിലമ്പൂരിൽ അല്പം വൈകിയാലും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി വരുമെന്ന് ഇടതുപക്ഷം വീണ്ടും വ്യക്തമാക്കുന്നുണ്ട്. അതിന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തി അത്തരത്തിൽ ഒരു യുക്തമായ തീരുമാനത്തിലേക്ക് എത്തും എന്ന നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത്. 2 പേരുകളിലേക്ക് ചർച്ചകൾ ഇപ്പോഴും ഒതുങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ 2 പേരുകളിലേക്ക് മാത്രമായി ചർച്ചകൾ ഒതുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ശരി ശ്രീജ. MS അനീഷ് കുമാർ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനീഷ്, ഇന്ന് അൻവർ നിലമ്പൂരിൽ ഇല്ലെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇന്നത്തെ ചർച്ചകൾ നിലമ്പൂരിൽ അൻവർ ഇല്ലെങ്കിലും നിലമ്പൂരിലെ ചർച്ചകളെല്ലാം അൻവറിനെ ചുറ്റിപ്പറ്റിയാണ്. ഈ പ്രത്യേകിച്ച് ഒരു തീരുമാനവും പ്രഖ്യാപിക്കാതെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ആഞ്ഞടിച്ച ശേഷമുള്ള ഒരു സൈലൻസ്, ഈ സമയത്ത് എന്തൊക്കെ ആലോചനകൾ നടക്കുന്നുണ്ട് അൻവർ ക്യാമ്പിൽ? ശ്രീജ, ഇന്നലെ രാവിലെയാണ് അൻവർ വാർത്താ സമ്മേളനം നടത്തിയത്. അതിനുശേഷം വൈകുന്നേരം വരെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പല തരത്തിലുള്ള
തിരക്കിട്ട കൂടിയാലോചനകൾ അല്ലെങ്കിൽ ഫോൺ വഴിയുള്ള സംഭാഷണം എന്നിവയൊക്കെ നടന്നു. ഇതിനുശേഷമാണ് വൈകുന്നേരം വീട്ടിൽ നിന്ന് പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ KC വേണുഗോപാലുമായി കോഴിക്കോട് വെച്ച് കൂടിക്കാഴ്ച നടത്തും എന്ന ഒരു അഭ്യൂഹം ഉയർന്നിരുന്നു. പക്ഷേ അതിലൊരു സ്ഥിരീകരണം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അൻവർ ഈ KC വേണുഗോപാലിനെ കാണുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനൊരു സമയം നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല. കേരളത്തിലെ നേതാക്കൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് കാര്യപ്രാപ്തിയും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരും ആണ്. അതുകൊണ്ട് അവർ തന്നെ ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കട്ടെ എന്ന നിലപാടാണ് KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും കോഴിക്കോട്ടേക്ക് അദ്ദേഹം എത്തിയിരുന്നു. അദ്ദേഹം കോഴിക്കോട്ടേക്ക് വരുന്നത് ഈ ഗിരീഷ് കൊടിയേർ അടക്കമുള്ള ആളുകളൊക്കെ ഈ ഫാറൂഖ് പാലത്തിൽ കൂടി നടന്നു പോകുന്നത് പാട്ടുകളുടെ അകമ്പടിയോടുകൂടിയൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് പുറത്തുണ്ട്. എന്തായാലും അതിനുശേഷം കോഴിക്കോട് നിന്നും അദ്ദേഹം ചങ്ങനാശ്ശേരിയിലേക്ക് പോയെന്ന വിവരമാണ് അൻവറിനോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നത്. അവിടെ ഒരു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പോയിരിക്കുന്നു എന്ന് പറയുന്നു. വൈകുന്നേരം മാത്രമേ ഇനി നിലമ്പൂരിൽ മടങ്ങിയെത്താനുള്ള സാധ്യതകൾ ഉള്ളൂ. എന്തായാലും ആ സമയം വരെ നേരിട്ടുള്ള ചർച്ചകൾ നടക്കില്ല. മറുവശത്ത് ഫോണിലൂടെയും മറ്റുമൊക്കെ നിരന്തരമായ ആശയവിനിമയം നേതാക്കളുമായി നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നത് UDF-നൊപ്പം അൻവറിന്റെ കൂടെ ആവശ്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയാൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങില്ല. കേവലം ഈ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അൻവർ പൂർണ്ണമായും ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ UDF-മായി ഉടക്കി തിരിഞ്ഞാൽ പിന്നീട് രാഷ്ട്രീയ ഭാവി അടക്കമുള്ള കാര്യങ്ങൾ അനിശ്ചിതത്തിലാവും എന്ന കൃത്യമായ ബോധ്യം ഉണ്ട്. എന്തായാലും ആരാദ്യം പറയുമെന്നതാണ് ഇപ്പോഴും കോൺഗ്രസും അൻവറും തമ്മിലുള്ള പ്രശ്നം. അൻവർ നേരത്തെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളടക്കം പിൻവലിച്ച് UDF-നൊപ്പം നിൽക്കാമെന്ന ഒരു ഉറപ്പ് നൽകിയ ഒരു പ്രസ്താവന നടത്തിയാൽ ഒരുപക്ഷെ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ഈ അൻവറിനെ ഒരു അസോസിയേറ്റ് അംഗമായി UDF-ൽ ഉൾപ്പെടുത്താമെന്നുള്ള പ്രഖ്യാപനം വരും എന്നാണ് കോൺഗ്രസ് ക്യാമ്പ് പറയുന്നത്. പക്ഷേ അൻവർ ഇപ്പോഴും അങ്ങോട്ട് കയറി താൻ നിരുപാധിക പിന്തുണ നൽകുന്നുവെന്ന് പറയാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും നേതാക്കൾ ഇടപെട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. അൻവറിന്റെ അസാന്നിധ്യത്തിലും അൻവറിന്റെ മുന്നണി പ്രവേശനവും അൻവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും നിലമ്പൂരിൽ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചോദ്യം. ശ്രീജ. ശരി, MS അനീഷ് കുമാറും CV അനുമോദുമാണ് വിവരങ്ങൾ നൽകിയത്.